നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ രാജേന്ദ്രൻ പന്തളം. സ്വാഗതം. വളരെ ഉദ്യോഗഭരിതമായിരുന്നു ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ. എന്നാൽ കേരളത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വമ്പൻ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഷാഫി പറമ്പിൽ കൈപിടിച്ച് പാലക്കാട്ടേക്ക് എത്തിച്ച രാഹുൽ ഇപ്പോൾ പാലക്കാടിന്റെ വജ്രത്തിളക്കമായി മാറുന്നു. ഇതൊരു പുതിയ സന്ദേശമാണ്. പാലക്കാട് നഗരസഭ തങ്ങളുടെ കയ്യിലാണ് എന്ന് അഹങ്കരിച്ചിരുന്ന BJPക്ക് കിട്ടിയ തിരിച്ചടി. മറുവശത്ത് സന്ദീപ് വാര്യർ എന്ന DCC ഓഫീസിലിരുന്ന് BJPയെ വെല്ലുവിളിക്കുന്നു, പരിഹസിക്കുന്നു. വല്ലാത്തൊരു ദുരന്തമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ UDF ക്യാമ്പിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയം UDFനെ സംബന്ധിച്ച് കൂടുതൽ കരുത്താകും, ആത്മവിശ്വാസം നൽകും. BJPയെ സംബന്ധിച്ച് 2026 നിയമസഭയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി ഉറപ്പിക്കും. ഇക്കുറി പാലക്കാട് നേടും എന്ന മുദ്രാവാക്യം വിളിയൊക്കെ അസ്തമിച്ച മട്ടിലാണ്. ആ BJP ക്യാമ്പിൽ തികഞ്ഞ മ്ലാനത. സരിനെ സംബന്ധിച്ച് സരിനും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 2000 എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് പാലക്കാട് സമ്പൂർണ്ണ തകർച്ച എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. BJPക്ക് എന്താണ് സംഭവിച്ചത്? പാലക്കാട് BJPയുടെ ഒരു സമ്പൂർണ്ണ തകർച്ച തന്നെയല്ലേ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും സംശയമൊന്നുമില്ലാത്ത കാര്യമാണത്. BJPയുടെ നേതൃത്വം പറയുന്നത്, സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ലെങ്കിലും നേതൃത്വം പറയുന്നത് ആത്മപരിശോധന നടത്തും എന്ന് പറഞ്ഞാൽ പരാജയം അവർ അംഗീകരിച്ചു എന്ന് തന്നെയാണ്. വമ്പിച്ച ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുറത്തേറ്റ അടി പോലെ വിജയത്തിന്റെ ഒരു വലിയ പർവ്വതാരോഹണം നടത്തിയതുപോലുള്ള ഒരു മനോഭാവത്തോടും ഒരു പക്ഷേ അഹംഭാവത്തോടും കൂടിയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വാക്കുകൾ ജ്വാലകളായി ഉയർത്തുകയും ചെയ്ത ഒരാളിനെ, സന്ദീപ് വാര്യരെ പോലൊരാളിനെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളയാൻ അവർ ധൈര്യപ്പെടുകയില്ലായിരുന്നു. കെ സുരേന്ദ്രൻ ആ സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. പോകുന്നെങ്കിൽ പോട്ടെ, ഇതുകൊണ്ട് ഞങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതുകൊണ്ടല്ല നഷ്ടം ഉണ്ടായിരിക്കുന്നതെങ്കിലും ആ അഹങ്കാരത്തിന്റെ മസ്തകത്തിലേറ്റ ആഞ്ഞുള്ള അടിയാണിതെന്ന് പറയേണ്ടി വരും രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ. അത് തന്നെയാണ് ഇന്ന് സന്ദീപ് വാര്യർ DCC ഓഫീസിൽ വെച്ച് പറയുന്നു. കെ സുരേന്ദ്രനെയും സംഘത്തെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ചിറക്കി അവിടെ ചാണകവെള്ളം തളിക്കണമെന്ന്. എങ്കിൽ മാത്രമേ ഇനി കേരളത്തിൽ BJP രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പച്ചയ്ക്ക് സന്ദീപ് വാര്യർ ഒരു വശത്ത് പറയുന്നത്. മറുവശത്ത് കൃഷ്ണകുമാർ, പാലക്കാട് വലിയ തോതിൽ കൃഷ്ണകുമാറിനെതിരെ വികാരമുണ്ട്, ജനങ്ങൾക്ക് കൃഷ്ണകുമാറിന്റെ അഹങ്കാരത്തോട് കലിപ്പുണ്ട് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ പലവട്ടം. അവിടെ കൃഷ്ണകുമാർ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന ആദ്യഘട്ടത്തിൽ സന്ദീപ് മാത്രമല്ല, പാലക്കാട് നഗരസഭയിലെ 6 കൗൺസിലർമാർ, വിമത ശബ്ദം ഉയർത്തിയ 6 കൗൺസിലർമാർ രഹസ്യമായി പാർട്ടിയെ അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ സന്ദീപ് പറയുന്നത്. ചുരുക്കത്തിൽ BJPയിൽ തന്നെ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഉയർന്നു വന്നുവെങ്കിലും അതൊക്കെ തച്ചുടച്ച് കൃഷ്ണകുമാറിനെ പാലക്കാട് വെച്ച് തോൽപ്പിക്കുക എന്ന തന്ത്രമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം പയറ്റിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൃഷ്ണകുമാർ വിജയിക്കുക ഒരു പക്ഷേ BJP നേതൃത്വവും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണകുമാർ ജയിച്ച് നിയമസഭയിലെത്തിയാൽ BJPയുടെ കേരളത്തിലെ ഒരു മുടിചൂടാ മന്നനാകും. അത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വമോ ഇപ്പോൾ ഡൽഹിയിൽ വരെ എത്തി നിൽക്കുന്ന BJPയുടെ കരുത്തർക്കോ ദഹിക്കാവുന്ന ഒരു കാര്യമല്ല. കൃഷ്ണകുമാർ അവിടെ തീരട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകാം ഒരു വശത്ത്. മറുവശത്ത് ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുള്ള ഒരു വനിതാ നേതാവിനെ അവിടെ അവതരിപ്പിച്ച് മത്സരിച്ച് ജയിച്ചാൽ അതും ഭാവിയിൽ തങ്ങൾക്ക് വിനയാകും എന്നൊരു പക്ഷേ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിന് ഒരു പേടി ഉണ്ടാവാം. അതുകൊണ്ടാവും ഈ ആത്മാഹുതി, അല്ലേ? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ആത്മാഹുതി അല്ലെങ്കിൽ ഒരു ഹരാക്കിരി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നടന്നിട്ടുള്ളത്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? തൃശ്ശൂരിൽ വടക്കുന്നാഥന്റെ തേരിലേറി സുരേഷ് ഗോപി വന്നതുപോലെ പാലക്കാട്ട് വിശാലാക്ഷി സമേതനായി വിശ്വനാഥന്റെ തേരേറി വിജയിച്ചു കൃഷ്ണകുമാർ വരും. സാഹിത്യം പറഞ്ഞിട്ടിട്ട് കാര്യമില്ല. അത് ഹോംവർക്ക് ചെയ്യണം. വേണ്ട രീതിയിലുള്ള ഹോംവർക്ക് നടന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് തീരുമാനിക്കുന്നത്. എങ്കിലും അവിടെ ഇത് ശുപാർശ ചെയ്യേണ്ടത് കേരളത്തിന്റെ നേതൃത്വമാണ്. അവിടെ പോലും ശരിയായൊരു ഹോംവർക്ക് നടന്നില്ല. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളിനെ ഈ മണ്ഡലത്തിലെ MLA സ്ഥാനാർത്ഥിയായി നിർത്താൻ അവർ കണ്ട ക്വാളിഫിക്കേഷൻ എന്തെന്നറിയോ? അദ്ദേഹം ഈ ജനങ്ങൾക്കിടയിൽ, ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ അറിയപ്പെടുന്ന ആളാണ്.
അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കി? ഈ ശ്രീധരൻ അവിടെ അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അറിയപ്പെടുന്ന ആളല്ല. അദ്ദേഹം ഡൽഹിയിലിരുന്ന് മെട്രോമാനായ ആളാണ്. ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. 80 വയസ്സ് കഴിഞ്ഞിട്ടും ആ ഒരു വ്യക്തിത്വത്തിന് ഇവിടെ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. BJP-യുടെ വിജയം ഏതാണ്ട് തൊട്ടില്ല എന്നുള്ള മട്ടിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 3800 വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3000-ന്റെ വ്യത്യാസം, 3000 ചില്ലുവാൻ. അന്ന് 50,220 വോട്ടുകളാണ് ഈ ശ്രീധരൻ പെട്ടിയിലാക്കിയത്. അതേ പാലക്കാട് മറ്റൊരു BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് ഇപ്പോൾ ലഭിച്ചത് വെറും 39,529. 11,000-ലധികം വോട്ടുകളുടെ കുറവാണ് വന്നിരിക്കുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. രാഷ്ട്രീയ സ്റ്റഡി എന്ന് പറയുന്നത്, അവരുടെ പൊളിറ്റിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നില്ല. BJP-യുടെ A ക്ലാസ് മണ്ഡലമാണ്. ഏറ്റവും കേരളത്തിൽ പ്രതീക്ഷയുള്ള പാലക്കാടാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. അതിന്റെ മുനിസിപ്പാലിറ്റികളിലായിരുന്നു. അവരുടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. അവിടെയാണ് തകർന്നടിഞ്ഞ് ചവപ്പറമ്പായിട്ട് പാലക്കാട് നഗരസഭയിൽ 9ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ അന്ന് ഈ ശ്രീധരന് കിട്ടിയത് 6,212 വോട്ടുകളുടെ ഭൂരിപക്ഷമാണെങ്കിൽ ഇക്കുറി അതേ സ്ഥലത്താണ് 800-ലധികം വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഘട്ടത്തിൽ തിരിച്ചുപിടിച്ചത്. വൻ വിജയം തന്നെയാണ്. അത് ഇതൊരു സന്ദീപ് വാര്യർ ഇഫക്റ്റ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം സന്ദീപ് വാര്യർക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് BJP. ഇത് അവരുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ്. സന്ദീപ് വാര്യർ ചെയ്തത് രാഷ്ട്രീയമായി ശരിയാണെന്ന് കരുതുന്നുമില്ല ഞാൻ. പക്ഷേ ഇവരുടെ അഹന്ത നോക്കൂ, സന്ദീപ് വാര്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള കഴിവും പ്രാപ്തിയും ശേഷിയും ശേമുഷിയുമുള്ള നേതാവ്. ആ നേതാവിനെ അവഗണിക്കുകയായിരുന്നു ഇവർ. ആ നേതാവിനെ ഇതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു അവജ്ഞയും അവഗണനയുമായിരുന്നു നേതൃത്വം കാണിച്ചുകൊണ്ടിരുന്നത്. അവര് ആലപ്പുഴയിൽ അവരുടെ സ്ട്രൈക്കിംഗ് പവർ അത് കാണിച്ചു. എന്നിട്ട് പോലും പാലക്കാട്ട് അവർ പരിഗണനയ്ക്ക് വന്നില്ല. ആറ്റിങ്ങലിൽ തുടങ്ങി അത് ആലപ്പുഴയിൽ എത്തിയപ്പോൾ ഇരട്ടി വേഗതയിലാക്കി. അതെ, പാലക്കാട് മത്സരിച്ചപ്പോഴും ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു തീക്കാറ്റായിരുന്നു. ജ്വാലയായി ജ്വലിക്കാൻ കഴിവുള്ള അങ്ങനെ ഒരു ഗെയിം ചേഞ്ചറെ അവിടെ കൊണ്ടുവരാതെ C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ തണുപ്പനായിട്ടുള്ള ഒരാളാണ്. അവിടെ നമുക്ക് വേണ്ട ഒരു ജ്വാലയാണ്. വിജയത്തിന് വേണ്ടത് ഗെയിം ചേഞ്ചർമാരെയാണ്. നല്ല പേസ് ബൗളർമാരെന്ന് പറയുന്നത് പോലെ വിക്കറ്റ് വീഴ്ത്താൻ കഴിവുള്ള ആൾക്കാർ. അപ്പോഴേ ഗെയിം ചേഞ്ച് ആവൂ. അല്ല ഈ സൗഹൃദം, സൗമനോഭാവം ഇതൊന്നും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അത് നടക്കുന്ന കാര്യമല്ല. കൃഷ്ണകുമാറിന്റേത് ഒന്നുകിൽ അഹങ്കാരം അല്ലെങ്കിൽ മരവാഴ പ്രവർത്തനങ്ങൾ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്വന്തം ഭാര്യ അരികിലിരുത്തി പാർട്ടി നേതാക്കൾ ആ വേദിയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യർക്ക് വേദിയിൽ സീറ്റ് കൊടുക്കുന്നില്ല. ഇയാൾ പിണങ്ങിപ്പോകുമ്പോൾ അയാളെ പോയി ആശ്വസിപ്പിക്കുന്നില്ല. അയാളുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനയം വേണം. രാഷ്ട്രീയ യജമാന്മാരാവരുത്, രാഷ്ട്രീയ സേവകരാകണം. AB വാജ്പേയി പറഞ്ഞതാണ്, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഒരു സേവകനാണ് ഞാനെന്ന്. ആ പാഠമാണ്, ആ വിനയമാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ആ പാഠം പഠിച്ചിട്ടില്ല. നിങ്ങളുടെ അഹങ്കാര ഉന്മത്തയും BJP എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, അതിൽ നിങ്ങൾക്ക് എന്താ കാര്യം? ഇത് രാഷ്ട്രീയ ദേശീയ നേതൃത്വത്തിന് പടുത്തുയർത്തുകയാണ്. അവർ കഷ്ടപ്പെട്ടിട്ട് മഹാരാഷ്ട്രയില് ഈ ഗെയിം ചേഞ്ച് ചെയ്തത് മോദിയുടെ മുദ്രാവാക്യമാണ്. മോദിയുടെ മിടുക്കാണത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന തൊട്ടടുത്ത ദിവസം പാണക്കാട് തറവാട്ടിലെത്തി അകത്തെ പൂമുഖത്ത് കയറി കഥകടച്ച് അവിടെ വിനീത വിധേയനായിരുന്ന പാണക്കാട് തറവാടാണ് മലപ്പുറത്തിന്റെ ഐശ്വര്യമെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ജിഫ്രി തങ്ങൾ, സമസ്തയുടെ ജിഫ്രി തങ്ങളുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ രാഹുലിന്റെ ഭൂരിപക്ഷം 30,000-ലെത്തിയേനെ. അതെ, ആ അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ ഉഗ്രമായിരുന്നേനും ജ്വാലയായി തന്നെ BJP അവിടെ സംഹരിക്കുമായിരുന്നു അദ്ദേഹം. ഭാഗ്യത്തിന് ഈ കുബുദ്ധി തോന്നി സന്ദീപ് വാര്യർക്ക് ഈ ജിഫ്രി തങ്ങളെ പോയി തൊടാനും അതുപോലെ പാണക്കാട് തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായ വ്യക്തിയാണെന്നും പറഞ്ഞ ഒരു മണ്ടത്തരം, അതൊരു ബ്ലണ്ടറാണ്, ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നു. അത് മലപ്പുറവുമായിട്ടുള്ള പൂക്കൾക്കൊടി ബന്ധവും തലമുറകളുമായിട്ടുള്ള ബന്ധവും P.K. കുഞ്ഞാലിക്കുട്ടി എന്ന അതുല്യ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള പുകഴ്ത്ത് പാട്ടുകളും എന്തൊക്കെയായിരുന്നു സന്ദീപ്. അതുപോലെ CPM ഒരു ഹിമാലയൻ ബ്ലണ്ടർ അവിടെ കാണിച്ചു. 2 പത്രങ്ങൾ, സുന്നി മുസ്ലിങ്ങളുടെ 2 പത്രങ്ങളില്, ഒന്ന് സുപ്രഭാതം, മറ്റേ സിറാജ്, 2 സായി തുടങ്ങുന്ന 2 പത്രങ്ങളില് അവർ മുൻ പേജില് സന്ദീപ് വാര്യരെ വിഷമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. ആ സ്വാധീനം ഒരു പക്ഷെ അത് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ CPM 2ാം സ്ഥാനത്തേക്കും വന്നേനെ. ഈ പരാജയത്തിന്റെ ആഴം, നാണക്കേട് കുറച്ചുകൂടി കൂടുതലായി മാറിയേനെ. തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധേയമായ നിരീക്ഷണം തന്നെയാണ്. കാരണം ആ സിറാജ് സുന്നി പത്രങ്ങളുടെ പരസ്യം വല്ലാതെ മറ്റ് സമുദായങ്ങളെ
അതെ, അതെ, നോവിച്ചിരുന്നു, ഞെട്ടിച്ചിരുന്നു. കാരണം അതിൽ ഉപയോഗിച്ച ഭാഷ, അതെ, അതിന്റെ ആ പ്രയോഗിക്കുന്ന സമയം വാസ്തവത്തില് ഒരു ഹിമാലയൻ മണ്ടത്തലം തന്നെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. BJPയെ സഹായിക്കാൻ ഇതിൽ കൂടുതൽ ഒരു ആയുധം വന്ന് ആ ഘട്ടത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കാനില്ല, എന്നിട്ട് പോലും വോട്ട് വീണില്ല. ഇനി നമ്മളിത് വിശകലനം ചെയ്യുമ്പോൾ വേറൊരു ബ്ലണ്ടർ കൂടി കാണിച്ചു CPM-ന്റെ MP ഉൾപ്പെടെ MP ഉൾപ്പെടെ മന്ത്രി ഉൾപ്പെടെ ആൾക്കാര് ഒരു ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് നീല ട്രോളി കടത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ വനിതാ കോൺഗ്രസ് നേതാക്കളെയൊക്കെ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്തു. ആവശ്യത്തിലേറെ സാധനങ്ങൾ ഇട്ടു കൊടുത്തു. എന്ത് പ്രാകൃതമായിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്ത് ആഴത്തിൽ ജനങ്ങളുടെ, പ്രത്യേകിച്ചും സ്ത്രീകളെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ആദ്യം പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഇതിനകത്തിരുന്ന വസ്ത്രങ്ങളാണെന്ന് അദ്ദേഹം എന്തുമായിക്കോട്ടെ, വസ്ത്രങ്ങളാണെന്ന് തെളിയിക്കുന്ന ട്രോളി ബാഗിലെ അടിവസ്ത്രം പൊക്കിക്കാട്ടിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു അവസ്ഥ, നാണം കെടുത്തുന്ന ഒരു അവസ്ഥ, ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറി. അതും രാഹുലിന് അനുകൂലം. പിന്നെ ഒരു കാര്യം കൂടി വിശകലനം ചെയ്യുമ്പോൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ രാവിന്റെ മറവിലല്ല, വെളുപ്പാൻ രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ കുടുംബത്തിൽ അമ്മയുടെ കണ്ണീര്, കുലവധുവിന്റെ കണ്ണീര് ആ മണ്ണിൽ വീഴ്ത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അതേസമയം ഭരണഘടനയെ അപഹസിച്ച ആ മന്ത്രി ഉണ്ടല്ലോ, സജി ചെറിയാൻ എന്ന മന്ത്രിയെ ഇവർ സംരക്ഷിക്കുകയാണ്. അതുപോലെ എത്ര ഗൺമാനെ പോലും സംരക്ഷിച്ചു. അംഗവൈകല്യം ബാധിച്ച പ്രക്ഷോഭകരെ പോലും വടികൊണ്ട് അടിച്ചു വീഴ്ത്തിയ ആ ഗൺമാനെ സംരക്ഷിച്ചു വെച്ചു. PP ദേവിയെ ഏറെക്കാലം സംരക്ഷിച്ചു വെച്ചിരുന്നു. അതുപോലെ PP ദേവിയെ വിവാദമൊക്കെ ശരിക്കും ബാധിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തെയും BJPയെയും. അതുപോലെ തന്നെ തൊണ്ടി മുതൽ മോഷ്ടിച്ച മന്ത്രിയെ വരെ സംരക്ഷിച്ചു വെച്ചിരുന്ന ഇത്രയധികം വഖഫ് പ്രശ്നത്തിൽ, മുനമ്പത്തിലെ വഖഫ് പ്രശ്നം, PP ദിവ്യ, ഈ പ്രശ്നങ്ങളൊക്കെ കത്തിയാളി നിൽക്കുമ്പോഴും P സരിൻ പാലക്കാട് നേടിയ വോട്ടിന്റെ ശതമാനം അത് BJP കണ്ണു തുറന്ന് കാണണ്ട. നിങ്ങൾ നോക്കി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡിയാണ് അവിടെ പറഞ്ഞത്. അവിടെ പാലക്കാട്ടും കുറച്ച് ക്രിസ്ത്യൻ ബെൽറ്റുകളുണ്ട്. ആ ബെൽറ്റുകളിൽ UDF തന്നെയാണ് മുന്നേറിയിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളുന്ന UDF തന്നെയാണ് അവിടെ മുന്നേറിയത്. അത് ഈ വർഗീയത വളർത്തിയിട്ടൊന്നും പാർട്ടിക്ക് ജയിക്കാൻ പറ്റില്ല. ബൂത്ത് തലം മുതലുള്ള ശക്തമായ പ്രവർത്തനവും തന്ത്രങ്ങളും ഒക്കെ തന്നെ വേണം. അതില് BJPയുടെ കേരള നേതൃത്വം സംഘടനാ തലത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ശക്തമായ വിമർശനങ്ങൾ പാർട്ടിയിൽ ഉയർന്നു. P സരിൻ പുറത്തേക്ക് പോകുന്നു, തൊട്ടു പിന്നാലെ ഒരു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാജിവെച്ചു പോകുന്നു. ഇവിടെ സതീശനും ഷാഫി പറമ്പിലും ചേർന്ന അച്ചുതണ്ടിന്റെ കളികളാണ് പാലക്കാട് നടക്കുന്നത്, അതിൽ ചില വർഗീയ അജണ്ടകളുണ്ട് എന്നൊക്കെ കോൺഗ്രസിൽ നിന്ന് തന്നെ പരസ്യമായ വിമർശനങ്ങൾ. മുരളീധരന്റെ ഒരു അതൃപ്തി. പിന്നീട് സതീശൻ അവിടെ പയറ്റിയതാവട്ടെ സീനിയർ നേതാക്കളെ ഒക്കെ വകഞ്ഞു മാറ്റി. മുരളീധരനെ പിന്നീട് അടുപ്പിച്ചില്ല. അതാണ് മുരളീധരൻ സന്ദീപ് വാര്യർ വന്നപ്പോൾ വളരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയത്. പിന്നീട് സതീശൻ ആ കളത്തിലേക്ക് ഷാഫി പറമ്പിലിനെയും അബിൻ വർക്കിയെയും പോലുള്ള രണ്ടാം നിര യുവ നേതാക്കളെ ഒരുമിച്ച് ചേർത്തു. ലിജുവിനെ കളത്തിലിറക്കി. ചാമക്കാലയെ പോലുള്ള സമൂഹ മാധ്യമങ്ങളിലെ ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ളവരെ കൊണ്ടുവന്നു. ചുരുക്കത്തിൽ യുവനിര ടീമിനെ കളത്തിലിറക്കി സതീശൻ പയറ്റിയ ഒരു യുദ്ധമുറയുണ്ട്. അത് വിജയിച്ചിരിക്കുന്നു. സതീശൻ ദുർബലനാണ് എന്ന വാദം ഇനി വിമർശകർ ഒഴിവാക്കേണ്ടി വരും. അല്ല, ഇതിന്റെ വലിയൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. സരിൻ എന്തിനു വേണ്ടിയാണ് UDF വിട്ട് കോൺഗ്രസ് വിട്ടിട്ട് LDF-ലേക്ക് പോയത്? ഈ സ്ഥാനാർത്ഥി വരുന്നതിനെതിരെയാണ്. അതായത് ഷാഫി പറമ്പിൽ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെ എതിർത്തുകൊണ്ടാണ്. കുറച്ചെങ്കിലും രക്ഷിച്ചിരിക്കുന്നത് C കൃഷ്ണകുമാർ ഇപ്പോൾ. അതെ, അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞ ആ സീറ്റ് കിട്ടാത്തതിന്റെ വിഷമം കൊണ്ട് അദ്ദേഹം പോയതാണ് LDF-ലേക്ക്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ കാലുമാറിയ ആളിനെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ 18,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, അല്ല 18,000 അല്ല, അവർക്കാവും പിന്നെ 2,000 കൂടെ കൂടും. അതായത് 20,000-ത്തിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ച് കാണിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, ഫാക്ടറും കൂടെ നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റില്ല ഇതിലെ. അതായത് തെക്കു നിന്നുള്ളവർക്ക് വടക്കോട്ട് പോകുമ്പോൾ അവർക്ക് അത്ര സ്വീകാര്യത കുറയും എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ ഒക്കെ മാറി വരുന്നുണ്ട്, ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണല്ലോ. അങ്ങനെ ഒരു സ്വീകാര്യതയെ മറികടന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ MLA സ്ഥാനത്തേക്ക് കന്നി MLA ആയിട്ട് കേരള നിയമസഭയിലേക്ക് പോകുന്നതെന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഇത് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പ്രഹരം തന്നെയാണ്. BJP നേതൃത്വം ഇരുത്തി ചിന്തിച്ചില്ല എങ്കിൽ, BJP ഇരുത്തലിന് തയ്യാറായില്ല എങ്കിൽ, ചിന്തിക്കേണ്ട കാര്യമല്ല, ഇരുത്താൻ പാടില്ല ഇപ്പോഴത്തെ നേതൃത്വത്തെ. അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ നേതൃത്വം ഇവിടെ വരണം. അതിനുള്ള സമയമായി. കാരണം കയ്യിൽ ജനങ്ങൾ വെച്ചു കൊടുത്ത ഒന്നാണ് അവർ കളഞ്ഞു കുളിച്ച്
നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഠനം ഞങ്ങളിപ്പോ പരിശോധനയല്ല വേണ്ടത്, നേതൃമാറ്റം തന്നെയാണ് വേണ്ടത്. അതിന്റെ സന്ദർഭമായിരിക്കും. അല്ല, അതിന് നട്ടലുള്ളവർ ഇനി എത്ര പേർ ആ പാർട്ടിയിലുണ്ട് എന്നറിയില്ല. ഇത്തരം വസ്തുതകൾ പച്ചയ്ക്ക് പറയാൻ നമ്മൾ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. ചേലക്കരയിൽ അവർ ഭൂരിപക്ഷം ഭൂരിപക്ഷമല്ല, കിട്ടിയ വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇതുവരെ ചേലക്കരയിൽ കിട്ടാത്തത്ര വോട്ടുകളാണ് അവർ നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി. ചേലക്കരയിൽ ക്രമാനുഗതമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP വളർന്നു വരുന്ന കാഴ്ച നമുക്ക് എല്ലായിടത്തും വളർന്നു. അതും തന്നെയായിരുന്നു LDFന്റെ ഭയവും. ആ BJP വോട്ട് ഷെയർ LDFിൽ നിന്ന് കൊണ്ടുപോകുമോ എന്ന ഭയം ഇക്കുറി ശക്തമായിരുന്നു LDF ക്യാമ്പിനുള്ളിൽ. അതെ, അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. വസ്തുതകളും എല്ലാം പറയാൻ സമയമില്ലെങ്കിലും കോൺഗ്രസിനകത്ത് തന്നെ ഒരു പാളയത്തിൽ പടയം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ. പരോക്ഷമായിട്ട് കെ മുരളീധരൻ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, രാഹുലിന് സ്ഥാനാർത്ഥി. പക്ഷെ അവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ടും അവരെക്കെല്ലാമുള്ള നല്ല മറുപടിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം പോലും വിചാരിച്ചിരുന്നിട്ടില്ല ഇദ്ദേഹം ഇത്രയും വലിയ ഭൂരിപക്ഷം നേടും. 10,000 KPCC പ്രസിഡന്റ് രാവിലെ പറഞ്ഞ 10,000 അത്രയും നമ്പർ മാക്സിമം ആണ് അദ്ദേഹം പറഞ്ഞത്. അത് കടന്ന് 8,000 വോട്ടിന്റെ ജനങ്ങളുടെ ഒരു വികാരം എത്ര ശക്തി തിളക്കമുള്ള ഒരു വിജയമാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, പിന്നെ കൂട്ടുകാരനുമാണ്, അറിയപ്പെടുന്ന ആളുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ കന്യാംഗം ജയിച്ച് അദ്ദേഹം ഈ അഹങ്കാരത്തിന് വിധേയനാകാതിരിക്കട്ടെ. BJP നേതൃത്വത്തിന് വന്നതുപോലുള്ള ഒരു അഹങ്കാരത്തിന്റെ ഒരു ഭ്രമകൽപ്പനയ്ക്ക് ഇടയാക്കാത്ത രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകും. രാഹുൽ നിയമസഭയിലേക്ക് വരുന്ന അവസ്ഥ, പിണറായി വിജയനെ പച്ചയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വെല്ലുവിളിക്കുന്ന രാഹുൽ അന്ന് നടത്തിയ ഒരു അസാധാരണ പ്രകടനമുണ്ട്. അതേ രാഹുൽ അതിനേക്കാൾ പാലക്കാട് മണ്ണിൽ നിന്ന് കരുത്തോടെയാണ് ഇപ്പോൾ കേരള നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ പിണറായി വിജയന് മുഖത്തോട് മുഖം നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ ആർജവമുള്ള ഒരു നേതാവ് കൂടി ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ഇനി വേറൊരു രസകരമായ കാര്യം കൂടി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ മെന്ററാണ് ഷാഫി പറമ്പിൽ എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ആരോപിച്ചിരുന്ന ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ പിണക്കമൊക്കെ ഉണ്ടായത്. ആ മെന്റർക്ക് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിന്റെ 6 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ച് തിളങ്ങി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു തിളക്കം എത്രമാത്രമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തിളപ്പവുമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ പോകുന്നത്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാവി പ്രതീക്ഷയാണ് എന്നുള്ളതിൽ ഉദിച്ചുയരുന്ന താരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ശ്രീ രാജേന്ദ്രൻ പന്തളം. നന്ദി, നമസ്കാരം.